പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാവരെയും ഒന്ന് കണ്ട് എല്ലാവരും നമ്മുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു നന്ദി പറയാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് വലിയ ഇതല്ല, കുറേ നാൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിക്കൊരു കാര്യം പറയാം ഗൈസ്. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വെച്ച് ഒരു 3 ചേച്ചിമാരെ കണ്ട്. ആ ചേച്ചിമാർക്ക് ഹായ്. അതെ, അതെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ 3 ചേച്ചിമാരെ കണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സാണ്. 2 പേരെ ഓടി വന്ന് വിളിച്ചു. ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവർക്കൊരു ഹായ്. പിന്നെ നമ്മുടെ ഒരു വീഡിയോ, 1-2 വീഡിയോസിനൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളുടെ വീഡിയോസിന് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, അത് പറയാറുമില്ല. കാരണം കുഞ്ഞുമക്കളുടെ വീഡിയോസ് കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എങ്ങനത്തെവരായിരിക്കും നമുക്കറിയാം. അപ്പം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ദയവ് ചെയ്ത് ഇവരുടെ എല്ലാ കുഞ്ഞുമക്കളുടെ വീഡിയോസിനൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. കാരണം പിന്നെ ഒരു കാര്യം, ഇവ നമ്മുടെ ദ്രോണച്ചേട്ടൻ അതെ LSS 4ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് എക്സാമാണ് LSS. അതിനാണ് ജയിച്ചത്. അത് നമ്മൾ എഴുതി, അത് പെട്ടെന്ന് വായിക്കുമ്പോൾ SSLC എന്ന് തോന്നും. അതുകൊണ്ട് 2-3 പേര് കുഞ്ഞ് കണ്ട SLC ആണെന്ന് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് SSLC അല്ല, 4ാം ക്ലാസ്സിലെ എക്സാമാണ്. അതെ. പിന്നെ 2 പേര് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല. നമുക്ക് കിട്ടണ പോലെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കണം. അതെ 2 പേര് ഇപ്പോൾ ഓട്ടോയിൽ, ഞങ്ങൾ ആദ്യം നടന്നാണ് പൊക്കോണ്ടിരുന്നത്. 2 പേര് സ്കൂളിൽ പൊക്കോണ്ടിരുന്നത്, നടന്നാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. ഇപ്പം 2 പേരെ ഓട്ടോയിൽ വിട്ടു. കാരണം ഇവരൊരുമിച്ച് 4 പേരെ ഒരു സ്കൂളിലായിരുന്നു. ചേട്ടായി പുതിയ സ്കൂളിലോട്ട് പോയപ്പം പിന്നെ കുഞ്ഞാറ്റ ഒറ്റയ്ക്ക് നടന്ന് പോകണ്ടേന്ന് ഓർത്ത് 2 പേരെ ഓട്ടോയ്ക്കൊക്കെയാണ് വിടുന്നത്. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് എന്താ പറയാനുള്ള സബ്സ്ക്രൈബേഴ്സിനോട്? അതെ. അയ്യോ അത് ശരിയാട്ടോ കുഞ്ഞാറ്റ, ഞാൻ മറന്നു പോയായിരുന്നു. കുഞ്ഞാറ്റ ഓർത്തിരുന്ന് പറഞ്ഞ് 9-ാം തീയതി ജൂൺ 9 തിങ്കളാഴ്ച നമ്മുടെ അപ്പുക്കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ചേട്ടായുടെ ബർത്ത്ഡേ ആണ്. അതെ. അയ്യോ കുഞ്ഞാറ്റ ഓർപ്പിച്ചല്ലോ, ഞാൻ വരെ മറന്നുപോയി. കണ്ടോ, ബർത്ത്ഡേക്കാരനും മറന്നുപോയി. കുഞ്ഞാവെ ഓർത്തിരിക്കുവോ ചേട്ടായുടെ ബർത്ത്ഡേ? പറ്റുമോ അല്ലേ? പറയാം. പിന്നെ അപ്പം തിങ്കളാഴ്ച നമ്മൾ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഒക്കെ ഇടണം അല്ലേ, ഒരു പോസ്റ്റ് ഒക്കെ ഇടണം. സ്കൂളിൽ മുട്ടായി കൊണ്ടുപോകണം. എന്നാ കേക്കാ വേണ്ടേ? ബ്ലാക്ക് ഫോറസ്റ്റ്. കുഞ്ഞാറ്റയുടെ ഏതാ ഫേവറേറ്റ്? റെഡ് വെൽവെറ്റ്, സ്ട്രോബെറി. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം എല്ലാരും ചേട്ടായിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുക. അതെ ചേട്ടായിയോട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണം. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.